അച്ഛൻ രാവിലെ തന്നെ ക്രൂഗർ കയറാനുള്ള പാസ്സൊക്കെ ഫില്ല് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സമയം 5:45 കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പോകുന്നത് ക്രൂഗറിലാട്ടോ. ക്രൂഗർ നാഷണൽ പാർക്കില്ലേ, സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫാണ്. അപ്പം അവിടെ നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ പോയി കഴിഞ്ഞാലേ നമുക്ക് ആനിമൽസിനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അവിടെ കുട്ടപ്പിയായി വരുന്നുണ്ട്. അതിൻ്റെ അത് ക്ലോസ് ചെയ്യുന്ന ബട്ടൺ അടിക്കാമോ? മാറിക്കോ, തല മാറ്റിക്കോ. അപ്പം നമ്മളിന്ന് പോകുന്ന ഹരിയങ്കിളിൻ്റെ കിയ സൊറൻറ്റയിലാണ് കേട്ടോ. പിന്നെ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? ക്രൂഗർ എന്നാ നാഷണൽ പാർക്ക്. എവിടുത്തെ? സൗത്ത് ആഫ്രിക്കയിലെ. എനിക്ക് ഇവിടെ ഈ മലയിലാൻ വന്നിട്ട് എനിക്ക് തോന്നി എന്നാ കാര്യ? മലയിലാൻ വന്നിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ഒരു നാട്ടിൻ പ്രദേശം പോലെ അത്രേ തോന്നിയുള്ളൂ. എനിക്ക് അത് ചെറുതായിട്ട് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ വീടിന്റെ സ്റ്റൈലൊക്കെ കുറച്ച് സ്റ്റൈലൊക്കെ ഡിഫറെന്റ് ആണ്. മൊത്തത്തിൽ ഒരു ആളനക്കം ഒന്നും ഇല്ലാത്തൊരു സ്ഥലം പോലെ. ജോബർഗ് ഭയങ്കര ഹാപ്പനിങ് പ്ലേസ് ആണ്, ബാംഗ്ലൂരൊക്കെ പോലെയാണ്. ഇതാട്ടോ നമ്മുടെ വീട്. നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ്. ഹരിയങ്കിളിൻ്റെ വീടാണ്. വണ്ടിയുടെ പെട്ടി നിറച്ച സാധനം കേട്ടോ. നമ്മുടെ ബോക്സിന്റെ കൂടെ വേറെ വേറെ ഇരിക്കുന്നുണ്ടോ? എടുത്തില്ലേ? എൻ്റെ അടുത്തൊരു പോക്കറ്റ് പെർഫ്യൂം ഉണ്ട്. ഈ ബാഗിനകത്തുണ്ട്, എടുത്തു. രാവിലെ 6 മണിയായിട്ടും മൂണിപ്പോഴും തെളിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. ഫുൾ മൂണായിട്ട് കാണാം. ക്രൂഗറിൻ്റെ അകത്ത് നമുക്കൊരു സ്റ്റേ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ വണ്ടിയുടെ പുറകിൽ മൊത്തം പാക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ പെട്രോൾ അടിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ കണ്ടൊരു കാഴ്ച കേട്ടോ. അവിടെ നിൽക്കുന്ന ആൾ നമ്മുടെ ഗ്ലാസ്സൊക്കെ കഴുകി തരും. അവനൊരു 5-10 റാൻഡ് കൊടുത്താൽ മതി കേട്ടോ. നാട്ടിലേക്കാളും വില കൂടുതലാണ് ഡീസലിന്. 113 രൂപയുണ്ട് ഇവിടെ. നമുക്ക് 2 ദിവസത്തെ ട്രിപ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് 1000 റാൻഡിൻ്റെ ഡീസൽ അടിച്ചു കേട്ടോ. നാട്ടിലത്തെ ഒരു 5000 രൂപ. മലയിലാനിന് MALAയും MALE എന്നും എഴുതാറുണ്ട് കേട്ടോ ചില സ്ഥലത്തൊക്കെ. അത് രണ്ടും കറക്റ്റാണ്. MALE എന്നുള്ളത് പഴയ സ്റ്റൈലിലുള്ള പേരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ട്രിപ്പ് ഞങ്ങൾ 5 പേരായിട്ടാണ് പോകുന്നത്. ഹരിയങ്കിളും ഞാനും അച്ഛനും മിന്നും ചിറ്റയായിട്ടാണ് പോകുന്നത്. 2 സൈഡിലെയും വ്യൂ ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഫുൾ മലകളാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയം ഇപ്പോൾ രാവിലെ 6 മണിയായതുകൊണ്ട് നമ്മൾ സൺറൈസ് ഒക്കെ കണ്ടുകൊണ്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഈ കാണുന്ന മലകളുടെ അപ്പുറത്താട്ടോ ക്രൂഗർ പാർക്ക്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് സൺറൈസിനെ കുറിച്ചാട്ടോ. അത് നമുക്ക് നേരിട്ട് കാണുന്ന അത്രയും ഭംഗി നമുക്ക് ക്യാമറ കൂടെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം മലയിലാനിന്ന് ക്രൂഗർ പാർക്ക് വരെ നമുക്ക് 50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇതാണ് ക്രൂഗർ പാർക്കിൻ്റെ എൻട്രൻസ്. നമ്മളവിടെ ഈ ക്രോസ് ചെയ്യാൻ പോകുന്ന പാലമില്ലേ, ഈ പാലത്തിൻ്റെ പേര് ക്രോക്കഡൈൽ റിവർ എന്നാണ്. ഇവിടെ ക്രോക്കഡൈൽസ് നമുക്ക് കാണാൻ പറ്റും ചില സമയത്തൊക്കെ. ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ നോക്കി, പക്ഷേ ഒന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞു ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, ഇനി അങ്ങോട്ട് കിടക്കുന്നേ ഉള്ളൂ. ക്രോക്കഡൈലിനൊക്കെ ഇഷ്ടംപോലെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മളെത്തിയപ്പോൾ ഒരു 7 മണി 7:15 ആയിട്ടോ. 6 മണിക്ക് ഈ പാർക്ക് തുറക്കും. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇപ്പോൾ തന്നെ. രാവിലെ വന്നാലേ നമുക്ക് ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഫില്ല് ചെയ്യേണ്ട ഒരു പേപ്പർ വർക്കാണ്. നമ്മുടെ അങ്ങോട്ട് സഫാരിക്ക് വന്ന വണ്ടിയുടെ പുറകിൽ എഴുതി വെച്ചേക്കുന്നതാണ് ദർ ഈസ് നോ ഹറി ഇൻ ആഫ്രിക്ക. ഇതാണ് എൻ്റെ ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ കേട്ടോ. ഇതാണ് ഒഫീഷ്യലി ഇതിൻ്റെ ക്രൂഗറിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ ക്രൂഗറിൻ്റെ എൻട്രിയിൽ ജസ്റ്റ് കയറി കേട്ടോ. ഒന്ന് റീഫ്രഷ് ഒക്കെ ആകാൻ വേണ്ടി ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടി പോയതാണ്. അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് പോകണം കേട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രി ഗേറ്റ്. നമ്മളങ്ങോട്ട് കയറി കുറച്ചങ്ങ് ഓടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ മാൻകൂട്ടങ്ങളെ കണ്ടു കേട്ടോ. ഇവർക്ക് ആൾക്കാരെ വണ്ടിയൊക്കെ കണ്ട് ശീലമായതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് ഈ കൂട്ടത്തിൽ ഇവനാണെങ്കിൽ ഇവിടെ വന്ന് ഭയങ്കര പോസിങ് ഒക്കെ ആയിരുന്നു ഫോട്ടോയ്ക്ക് വേണ്ടി. പുള്ളി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ക്രൂഗറിൻ്റെ അകത്തുള്ള വഴിയൊക്കെ നല്ലതാട്ടോ. പിന്നെ നമുക്ക് ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് 50 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ വണ്ടി ഓടിക്കാൻ പാടില്ല. താനും ഒരു സ്ഥലത്തും പുറത്തിറങ്ങി നോക്കാനും പാടില്ല. പിന്നെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് കുറേ വണ്ടികൾ നിർത്തി വെച്ചേക്കുന്നു കേട്ടോ. ഇവിടെ ഒരു വയറ് കണ്ടോ? അപ്പോൾ കൂടുതലും ലെപ്പേഡ്സ് ആട്ടോ ഇങ്ങനെ മാനിനെ കൊന്ന് മരത്തെ കൊണ്ട് വെക്കുന്നത്. അവിടെ കുറേ ആൾക്കാർ വണ്ടി ഇട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ലെപ്പേഡിനെ കാണാൻ വേണ്ടി. പുള്ളി അവിടെ കൊണ്ടുവച്ചേക്കുന്നതുകൊണ്ട് എന്തായാലും വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ നമ്മൾ സ്പോട്ട് ചെയ്ത ജിറാഫിനെ കേട്ടോ. അത് ഇച്ചിരി കാടിനുള്ളിലായതുകൊണ്ട് നമുക്ക് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഇതിൻ്റെ ഹൈറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ ഒന്നുമില്ല. ഇതിന് ഭയങ്കര പൊക്കമാട്ടോ.
പുള്ളിയും ഇത് തന്നെയാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനിമൽസിനെ സ്പോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഈ വെള്ളക്കാർ ഭയങ്കര മിടുക്കന്മാരാട്ടോ. അവന്മാർ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി ചോദിക്കുകയാണെ എന്താ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാർ കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ. അവർ ബൈനോക്കുലറും സൂമുള്ള ക്യാമറയൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. പിന്നെ നമ്മൾ സ്പോട്ട് ചെയ്ത ഒരു ആനയാട്ടോ, ഇത് കണ്ടോ. ആന ഒരെണ്ണം അല്ല, 2 ഉണ്ട്. ആനയും ആനയുടെ കുഞ്ഞും ഒക്കെ ഉണ്ട്. 2-3 പുറകിൽ നിൽപ്പുണ്ട് കേട്ടോ. ഈ കാട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു ജീവി ആനയാട്ടോ. ആനയ്ക്ക് ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയൊക്കെ ഇടിച്ച് മറിച്ച് കളയും കേട്ടോ. നമ്മളവരെ പ്രൊവോക്ക് ചെയ്യാതെ പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ക്രൂഗർ വൈൽഡ് ലൈഫ് പാർക്ക് എന്നും ക്രൂഗർ ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഫോറസ്റ്റിൻ്റെ ഒരു പിക്ചർ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ കാടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ നമ്മൾ മരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കത്തില്ലേ. എന്നാൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഇങ്ങനെയല്ല, ഇങ്ങനെ ഓപ്പൺ ലാൻഡ്സ് ആട്ടോ. നമ്മൾ പിന്നെയും കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് പിന്നെയും ഒരു കൊമ്പനും കുറേ കുട്ടികളൊക്കെ പോകുന്നത് കണ്ടു കേട്ടോ. വേണേ വന്ന് വൈകിട്ട് നടുക്കോട്ട് നിൽക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. ഇവിടുത്തെ ഫോറസ്റ്റ് ലാൻഡിൽ അങ്ങനെ ഒത്തിരി മരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആനിമൽസിനെയൊക്കെ നല്ലപോലെ കാണാനും നല്ല വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് കുറേ വണ്ടികൾ അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു സാഹിബിനടുത്ത് ചോദിച്ചപ്പോൾ സാഹിബ് പറഞ്ഞു അവിടെ ലയൺ ഉണ്ടെന്ന്. ഞങ്ങൾ എത്ര നോക്കിയിട്ടും കാണാൻ പറ്റില്ല. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായി ആളവിടെ താഴെ കിടന്ന് ഉറങ്ങുകയാണ്. ലയണിൻ്റെ കളർ ഒരു പ്രത്യേക കളർ കേട്ടോ. മണ്ണിൻ്റെയും പുല്ലിൻ്റെ കളറായതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. നല്ല ദൂരത്താണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ സൂം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ നോക്കി കേട്ടോ. നേരിട്ട് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. ബിഗ് ഫൈവില് പിന്നെ ഏതൊക്കെ വെച്ചാ ഉള്ളത്? ആന, സിംഹം, ലെപ്പേർഡ്, റൈനോ, പിന്നെ അല്ല എലിഫന്റ്, ലയൺ, ലെപ്പേർഡ്, റൈനോ, ബഫലോ. ഇത് കണ്ടിട്ട് പിന്നെ ഇപ്പോൾ ഫ്രഷായിട്ട് പറിച്ചാന്ന് തോന്നുന്നു. മറ്റേ ഇതൊക്കെ ഉണ്ട്. ഈ ആനക്കുട്ടൻ കുറച്ച് മൂഡ് ഓഫാണ്. അവിടെയുള്ള മരങ്ങളൊക്കെ വെറുതെ ഒന്ന് പിഴുതെറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് അവിടുത്തെ ക്രൂഗറിൻ്റെ തന്നെ സഫാരി വാനാട്ടോ. ഇതിനകത്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിക്കകത്ത് അവർ കൊണ്ടുപോകും. ഇവർക്കാണെങ്കിൽ കറക്റ്റ് എവിടെയൊക്കെ ആനിമൽസ് ഉള്ളതെന്ന് നല്ലപോലെ അറിയുകയും ചെയ്യാം. ഈ വണ്ടിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലപോലെ കാണുകയും ചെയ്യാൻ പറ്റും കേട്ടോ. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് മേഘങ്ങളിലേക്ക് ഒരു ഭംഗി കണ്ടോ. പിന്നെ നമ്മൾ വെള്ളത്തിനകത്തൊരു ഹിപ്പോനെ സ്പോട്ട് ചെയ്ത് കേട്ടോ. അവനിങ്ങനെ മുങ്ങി കിടക്കുകയാണ് പാറക്കല്ല് പോലെ. അതുകൊണ്ട് നമ്മൾ കാണാൻ പറ്റിയില്ല. ഇതിൻ്റെ പേര് കുടു തെങ്ങാണ്ടാട്ടോ പറഞ്ഞത്. ഇതിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, നമ്മുടെ വണ്ടിയേക്കാളും പൊക്കമുണ്ട് കേട്ടോ. ഇതവിടെ വന്നേക്കുന്ന ടൂറിസ്റ്റുകളാട്ടോ. അവരെന്തിനോ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ വണ്ടി നിർത്തിയേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടവനെ കണ്ടിട്ടാണ് അവർ നിർത്തിയത്. പിന്നെ നമ്മൾ സ്പോട്ട് ചെയ്തത് ഈ വാർ ഡോഗ്സിനെ ആട്ടോ. ഇവരെന്തോ മണ്ണിൻ്റെ അകത്തുനിന്ന് തപ്പി തിന്നുകൊണ്ടിരിക്കുകയാണ്. പുഴുവിനെയും പ്രാണീനെയൊക്കെ ആയിരിക്കും തപ്പുന്നത്. ക്രൂഗറിനകത്തൂടെ പോകാൻ വേണ്ടി ഒത്തിരി വഴികളുണ്ട് കേട്ടോ. ഒരു 10-15 തവണ വന്നാലേ നമുക്ക് എല്ലാ വഴികളിലൂടെയൊക്കെ ഒന്ന് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ലോവർ സാബി എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ വന്നത്. പക്ഷേ നമ്മുടെ വണ്ടിക്കകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇന്നലെ കുക്ക് ചെയ്ത മീറ്റും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കും കേട്ടോ. എനിക്കെന്താ ചിക്കനാണോ? ചിക്കൻ വേണ്ട, ലാമ്പ്. ലാമ്പില്ല. ഇത് ലാമ്പ്, ഇത് ചിക്കൻ, ലാമ്പ് ഇത് മറ്റേ അതും എടുത്തോ. ഏത് ഇത് വേണോ? ഇന്നലെ കഴിച്ചതന്നെ. ഇത് ലാമ്പ് ഒരെണ്ണം വേണോ? ഇത് ലാമ്പ് മതി. അതല്ലേ ചേട്ടാ, ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലോവർ വസാബി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ലോവർ വസാബി അത് ക്രൂഗറിനകത്ത് കയറി കുറച്ചിങ്ങോട്ട് പോകുന്ന കഴിയുമ്പോഴത്തേക്കുള്ളൊരു സ്ഥലമാണ്.
നമ്മളോട് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇന്നലെ കുക്ക് ചെയ്ത ബ്രായി ഇല്ലേ, ബ്രായി മീൻസ് ബാർബിക്യൂ, ആ ബാർബിക്യൂ ഒക്കെ തന്നെ നമ്മളിന്ന് ക്യാരി ചെയ്തിട്ടുണ്ട്, ലാമ്പും ചിക്കനും ഒക്കെ. അപ്പോൾ അതൊക്കെ ആയിട്ടോ കഴിച്ചത്. അതുപോലെ തന്നെ നമുക്കിന്ന് ഇതിനകത്തൊരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ജസ്റ്റ് എല്ലാം കണ്ടിട്ടൊന്ന് പോകാൻ ഓർത്ത് കേട്ടോ. അല്ലേ, നല്ല ഭംഗിയുണ്ട്. എടുക്കുന്നുണ്ട്. പിന്നെ ഇതവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോൾ കണ്ട ഒരു പക്ഷി കേട്ടോ. നമ്മുടെ നാട്ടിലെ മൈനയുടെ ഒക്കെ പോലത്തെ ഒരു സ്വഭാവമാണ്. നമ്മൾ കഴിച്ച ഫുഡൊക്കെ ഇങ്ങനെ കുത്തിത്തിരാനൊക്കെ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഭയങ്കര ഫ്രണ്ട്ലി, അതിന് പേടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെ വന്നിരിക്കുക. അതിൻ്റെ നിറം കണ്ടോ, ബ്ലാക്കും നീലയും കൂടെ. ഇനി നമുക്ക് ലോവർ സാബി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അവിടെ പോയി നിന്നാലേ ലേക്ക് ഉണ്ട് അവിടെ. അതിൻ്റെ ഒരു ബെഡേ പോയി നിന്ന് കഴിഞ്ഞാൽ നേരത്തെ ഞങ്ങൾ കാണിച്ചു തന്നില്ലേ, അവിടെ പോയി നിന്നാൽ കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാം എന്ന് പറയുന്നു, വെള്ളം കുടിക്കുന്ന മരുന്ന്. ഇത് ക്രൂഗറിന് തന്നെ ഒരു സ്റ്റോർ കേട്ടോ. അവിടെ ടീഷർട്ടും ഫ്രിഡ്ജ് മാഗ്നറ്റും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു കഫേ ഉണ്ട്, അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള സ്ഥലവും ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഈ കടയിലൊന്ന് തിരിച്ചു വരുമ്പോൾ കയറണം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു കഫേ ഉണ്ട്, അവിടെ നല്ലൊരു വ്യൂ ആണെന്ന് തോന്നുന്നു. അടിപൊളി കഫേ കേട്ടോ. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടും. പിന്നെ അപ്പോൾ ഇതാട്ടോ ലോവർ സാബി. ഇവിടെ വന്ന് നിന്നിട്ട് നമുക്ക് ഈ ബെഡിൽ വെള്ളം കുടിക്കാൻ വരുന്ന എന്തിനേലൊക്കെ കാണാൻ പറ്റുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇങ്ങനെ കാണാൻ പറ്റിയില്ല. അതിൽ 6 എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് വില. അത് കാണും, അത് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. ആ, എന്തെങ്കിലും മാൻകൊമ്പോ ഒക്കെ ആയിരിക്കും, അങ്ങനത്തെയൊക്കെ ആയിരിക്കും. ഏതായാലും ഒറിജിനൽ സാധനം വെച്ചിട്ടുണ്ടാക്കിയായിരിക്കും. ഏതാ കാണിച്ച്? കൊള്ളാം, എല്ലാം കൊള്ളാം, ഒരു രസമുണ്ടല്ലോ. എടുത്തോ. അവിടെ വുഡിലുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ക്രാഫ്റ്റൊക്കെ നിങ്ങൾ കണ്ടോ? കടയ്ക്കകത്തും വൈൽഡ് ലൈഫ് ആട്ടോ, അതേപോലെ ഉണ്ടൊരു. പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഈ പക്ഷിനെ കണ്ടോ, താറാവിനെ പോലത്തെ ഏതാണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങളോർക്കും ഇതെന്ത് തെങ്ങയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ദൂരെ ആ മരത്തിൻ്റെ ചോട്ടിൽ കുറച്ച് കല്ല് പോലെ കിടക്കുന്നുണ്ടോ, അതെല്ലാം ഹിപ്പോപ്പൊട്ടാമസുകൾ കേട്ടോ. അവന്മാർ വെള്ളത്തിൽ നിന്ന് പൊങ്ങൂല ചൂട് കാരണം. ഹിപ്പോസിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമ്മൾ കുറച്ച് ക്രോക്കഡൈൽസിനെയൊക്കെ സ്പോട്ട് ചെയ്ത് കേട്ടോ. എന്നാ വലിപ്പമാണെന്ന് നോക്കിയതിനൊക്കെ. ഒരു കൂട്ടം മാനുകൾ ഓടുന്ന ഒരു സീനായിരുന്നു കേട്ടോ. അതിൻ്റെ തുടക്കം കാണാൻ നല്ല രസമായിരുന്നു. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് ക്രോസ് ചെയ്ത് പോയത്. നമുക്കത് ക്ലിയറായിട്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മളൊരു കാട്ടുപോത്തിനെ സ്പോട്ട് ചെയ്തു. കാട്ടുപോത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അവനെ റീസൺ അല്ലാതെ അറ്റാക്ക് ചെയ്യുന്നൊരു ജീവി കേട്ടോ. പിന്നെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ എലാൻഡ് എന്ന് പറഞ്ഞൊരു ആനിമലിനെ കണ്ടു. ക്രൂഗറിനകത്ത് എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളാണ്. അതിൻ്റെ മുന്നിലൊരു തോക്കൊക്കെ പിടിച്ച് ഒരുത്തം പോകുന്നുണ്ടോ. ആനിമൽസ് വല്ലതും വന്നു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. പിന്നെ നമ്മളൊരു ജിറാഫിനെ സ്പോട്ട് ചെയ്തു. കണ്ട് ദൂരത്ത് നിൽക്കുന്നുണ്ടോ. ഈ ജിറാഫിന് നമ്മൾ നേരത്തെ കണ്ട ജിറാഫിനെ കളിച്ചിട്ട് പൊക്കമുണ്ട് കേട്ടോ. ആളിച്ചിട്ട് ക്യാമറ ഷൈ എന്ന് തോന്നുന്നു. ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഇലയുടെ പുറകെ മറിഞ്ഞു കേട്ടോ. ക്രൂഗറിനകത്തൊരു ഒത്തിരി നദികൾ പോകുന്നുണ്ട് കേട്ടോ. ഇത് അങ്ങനെ ഒരു നദിയാണ്. ഇത് ഇച്ചിരി ഡ്രൈഡപ്പാണ്. മഴക്കാലത്ത് ഇതിനകത്ത് നല്ല വെള്ളമൊക്കെ വരും കേട്ടോ. നമ്മൾ വീണ്ടും ഒന്നുകൂടെ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകാനൊന്ന് ഫ്രഷൊക്കെ ആകാൻ വേണ്ടി. നമുക്ക് എല്ലായിടത്തും അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ കുറച്ച് ടോയ്ലറ്റ്സൊക്കെ അവർ പണിതിട്ടിട്ടുണ്ട്. അങ്ങ് ദൂരെ നോക്കിക്കേ, രണ്ടവന്മാരിന്ന് എന്നാ പരിപാടിയിൽ നിന്ന് ആരൊക്കെയോ കളഞ്ഞ ഫുഡിൻ്റെ പാക്കറ്റൊക്കെ വെച്ച് തുറന്നു നോക്കുക കേട്ടോ. ഡസ്റ്റ്ബിന്നിൽ തലയൊക്കെ ഇട്ട് തുറന്നു നോക്കുക എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്നുള്ളത്. ഇവന്മാർ നമ്മുടെ നാട്ടിലെ പോലെയുള്ള കുരങ്ങന്മാരല്ല കേട്ടോ. കുറച്ച് താടിയൊക്കെ ഉണ്ട്, വെള്ള താടിയൊക്കെ ഉള്ള കുരങ്ങന്മാരാണ്. ഇപ്പോൾ വീഡിയോ 10-15 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ 2-3 പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഓർക്കുന്നത്. ക്രൂഗറിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ക്രൂഗറിന് നമ്മളൊരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്ത് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് അതുൽ POV. വേറൊരു വീഡിയോ വീണ്ടും കാണാം.